ഹലോ, വെൽക്കം ടു അവർ സെക്കൻഡ് ഡേ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇതാ രാവിലെ നേരം വെളുത്തു. അച്ഛനും മോളും നല്ല സുഖവർക്കം. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാൾ ഞാനാ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ പെയ്ത് ആകപ്പാടെ നാശകോശമായിട്ട് കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഇങ്ങനെ വിളിക്കുന്ന സൗണ്ട് കേട്ടാൽ സത്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് കേൾക്കാമോ? കണ്ടോ ഈ സൗണ്ട്? ഈ ആള് ഞാൻ അവിടെ മുഴുവൻ അന്വേഷിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല മനുഷ്യനുമാണോ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴതാ ഈ പുള്ളിക്കാരത്തി അവിടെ നിന്ന്. ഈ പുള്ളി കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആളാട്ടോ. ഇയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു തന്നാ. പക്ഷെ ഞാൻ ഭയങ്കര ഓർമ്മശക്തിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി. അയാളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മുടെ റിസോർട്ടിന്റെ വ്യൂ ആട്ടോ കാണുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. എൻ്റെ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ റീൽസ് ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് റെഡി ആയി ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. പക്ഷേ ഈ ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. ഓൺലൈനിലൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ആസ്വദിക്കാം. ഞങ്ങൾ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ അങ്ങ് പോയ ആൾക്കാരായതുകൊണ്ട് തന്നെ 11 മണിക്ക് എത്തി ഞങ്ങളോട് പറയുവാണ് 3 മണിക്കായിരിക്കും നിങ്ങൾക്ക് ബോട്ടിംഗ് അലോഡ് ചെയ്യുക, അതുവരെ നിങ്ങൾ ക്യൂവിൽ നിൽക്കണം എന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, റിസ്ക് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ചിലപ്പോൾ 3 മണിക്കുള്ള ബോട്ടിങ്ങും കിട്ടാൻ സാധ്യതയില്ല. അച്ഛനും മോളും കൂടി അപ്പൊ തന്നെ പ്ലാൻ അങ്ങ് മാറ്റിയിട്ടോ. വേറെ ഏതോ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് വാ പോവാം എന്നൊരു ഡയലോഗ് അടിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ചയാടോ. ഈ ടീച്ചർ ധൈര്യം സമ്മതിക്കണം. അവിടെ മുഴുവൻ കുറങ്ങാൻ വരാം. ഞാനാണെങ്കിൽ പഠിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല. അടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളേ. ഈ അച്ഛന്മാർക്ക് പെമ്മക്കളൊരു വീക്ക്നെസ് ആണ് പറയുന്നത് ഭയങ്കര കറക്റ്റ് ആയിട്ടാ. കുഞ്ചൊരു മുന്തിരിത്തോട്ടം കാണണമെന്ന് ഒന്ന് പറഞ്ഞേയുള്ളൂ. ഇതാ ഞങ്ങളിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇത് ഏതാ കറക്റ്റ് സ്ഥലം വെച്ചാടാ? തേനി അല്ലെ? അതാ കുഞ്ചുവിന്റെ ആഗ്രഹപ്രകാരം മുന്തിരിത്തോട്ടം കാണാൻ വന്നേക്കാണ്. ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാ. അന്ന് കുഞ്ചു ഭയങ്കര കുഞ്ഞായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതാ ഇവിടെ ഒരു സാധനവും കാണാനില്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്. സത്യത്തിൽ ആൾക്കാരെല്ലാവരും എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം, അതേ ഉള്ളൂ. ആകപ്പാടെ ഒരു കുഞ്ഞു സ്ഥലത്ത് കുറെ ആളുകൾ കൂടി നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കും. ഞങ്ങൾ എടുത്തു കേട്ടോ. കുറ്റമൊക്കെ പറഞ്ഞാലും ഞാനും അവിടെ പിന്നെ 3-4 ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഒരു രസം, കുഞ്ഞു പിള്ളേർ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണം, എന്നാലേ ബുദ്ധി വരുള്ളൂ എന്നാണ് കുഞ്ഞിയുടെ ലൈൻ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛനും മോളും എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ആർക്കും തോന്നിയില്ലല്ലോ അല്ലേ? മുന്തിരിത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ മുന്തിരി ജ്യൂസ് കുടിക്കണം. അതും അവിടെ നിന്ന് അവരുണ്ടാക്കി തരുന്ന മുന്തിരി ജ്യൂസ് തന്നെ കുടിക്കണം. ഇത് നല്ല ഫ്രഷ് ആണ്, നല്ല ഹെൽത്തി ആണെന്നും പറഞ്ഞ് ഒരു മുന്തിരി ജ്യൂസ് അവിടെ നിന്ന് വാങ്ങിച്ചു കുടിച്ചു. സത്യത്തിൽ എനിക്ക് ഒരു തുള്ളി പോലും ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ല, കാണാൻ അറിയായിരുന്നു, പക്ഷെ പറഞ്ഞാ കേക്കില്ലല്ലോ. നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. തിരിച്ചു പോകുക ഇനി. ഒരു മുന്തിരി ജ്യൂസ് മേടിച്ച് കുടിച്ചു. അതുവരെ ഓഞ്ഞ മുന്തിരി ജ്യൂസ് ഇല്ല. 2 ഊഞ്ഞാൽ എവിടെയെങ്കിലും ഇട്ടേക്കണുണ്ടെങ്കിൽ അത് കുഞ്ഞിക്ക് അപ്പ പാർക്കണം. പിന്നെ അവിടെ പോയി കുറച്ചു നേരം കളിച്ചേ ഞങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. അടുത്തത് എനിക്ക് വീട്ടിൽ പോയാ മതിയേ. കുഞ്ചു ഓരോരോ പുതിയ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. പിന്നെ നേരെ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഞാൻ നല്ലൊരു ഊണൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും പിന്നെ മഴയോട് മഴ. സത്യത്തിൽ ഞങ്ങളുടെ ഈ യാത്ര മഴ അങ്ങ് കൊണ്ടുപോയെങ്കിലും ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്ഥലങ്ങളും കണ്ടില്ലെങ്കിലും പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ 3 പേരും കൂടി മാത്രമുള്ള നമ്മുടെ ഈ വർക്കിലും തിരക്ക് പിടിച്ചുള്ള യാത്രകളിലും നമ്മളുടെ ജീവിത പ്രാരാബ്ദങ്ങളിലുമെല്ലാം അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ടുള്ള കുറച്ച് അടിപൊളി നല്ല സമയം. അപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നല്ലതായിരിക്കും. യാത്രകൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ ബൈ, സീ യു.